രണ്ടാമത്തതോ വയലീഹിമാഉ സംസമു വൽ കൗസറു. രണ്ടാമത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസം വെള്ളമാണ്. സംസം വെള്ളമാണ്. സംസം വെള്ളമാണ്. എന്തോരത്ഭുതമാണ്, എന്തോരത്ഭുതമാണ്. ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സത്യസാക്ഷിയല്ലേ സംസം വെള്ളം. ഹറം ഷരീഫിലേക്ക് പോകുന്നവരെ, ഹറം ഷരീഫിലേക്ക് പോകുന്നവരെ, സംസം വെള്ളം പോലെ ഇനി വേറെ എന്ത് തെളിവ് നമുക്ക് വേണം? സംസം വെള്ളം ഉറവ ഇങ്ങനെ പൊട്ടിയിട്ട് ഇന്ന് വരെ നിന്നിട്ടുണ്ടോ? സംസം അല്ലാഹു പടച്ച തമ്പുരാൻ ആ വെള്ളം പടച്ചോനെ തഖ്വയോടുകൂടി കുടിക്കാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അതിനോടും അനാദരവ് കാണിക്കുന്നവരുണ്ട്, അപകടമാണ്. അപ്പൊ ദുനിയാവിലെ വെള്ളം ഇതൊക്കെയാണ്. ആഖിറത്തിലൊരു വെള്ളമുണ്ട്, ആഖിറത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളമേതാ പ്രിയപ്പെട്ടവരെ? ഇന്നനാ നർജു ഇലാ കഅശി ഹൗദിക ലില്ലതാ യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. പരലോകത്ത് സ്വർഗീയമായ ആനന്ദം അല്ലാഹു നിറച്ചിരിക്കുന്ന ഹൗദുൽ കൗസർ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടക്കാർക്ക് അല്ലാഹു നാളെ പരലോകത്ത് പ്രവാചകന്റെ കരം കൊണ്ട് കോരിക്കൊടുക്കുമ്പോ അത് കുടിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ തമ്പുരാനേ, നീ തൗഫീഖ് തരണേ റഹ്മാനേ. ആർക്കാണത് കിട്ടുന്നത്? ആർക്കാണ്? ദുനിയാവിൽ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും നമ്മളതിനെ കുറിച്ച് ചിന്തിക്കണം. ഉളൂവിന് ശേഷം വെള്ളം കുടിച്ചാലുണ്ടല്ലോ നമ്മുടെ പാപം അല്ലാഹു പുറത്തു വരുന്നു. ഉളൂവിന് ശേഷം വെള്ളം കുടിച്ചാൽ, ഉളൂവെടുത്തതിന് ശേഷം വെള്ളം കുടിച്ചാൽ ഒരു മാമ പറഞ്ഞതാ, അല്ലാഹുവേ ഉളൂവെടുത്തതിന് ശേഷം വെള്ളം കുടിക്കുന്ന സുന്നത്തല്ലായിരുന്നു എങ്കിൽ റമളാൻ മാസം ഞാൻ എങ്ങനെ നോമ്പ് കുടിക്കുമായിരുന്നു എന്ന്. തിരിഞ്ഞില്ല. മാമാരെ നോമ്പ് ളുഹറിന് ശേഷം അരക്കവിള്, അസറിന് ശേഷം ഒരു കവിള്, വാരിവിന് ശേഷം ഒരു കുടം. കാരണം ദാഹം കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇടയിൽ ഇത്രയും കസേര ഒഴിഞ്ഞു കിടന്നുണ്ടോ? അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായോ? ഒരു കസേര കൂടെ അവിടെ തിരിക്കുന്നത്. ഒരു കസേരയ്ക്ക് ഞാനൊരു സ്ഥലത്ത് ചോദിച്ചതാ, ഒരു കസേരയ്ക്ക് 3 രൂപ 50 പൈസ വാടക യാത്ര പേടിച്ചുപോയി. ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഒരു 4 രൂപയെങ്കിലും ഇടണം ഷാവും. കാരണം നമ്മുടെ കസേരയുടെ തറവാടകയെങ്കിലും അത് നടക്കട്ടെ. ഒരു കസേരയ്ക്ക് 3 രൂപ 50 പൈസ ഒരു സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോ വാടകയാന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് വെള്ളമൊഴിക്കാൻ വേണ്ടി സിദ്ദീഖ് വാക്കൽ ഉസ്താദ് വരും, ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. പാപ്പപ്പള്ളിയിലെ ഉസ്താദ് വല്ലാഹി ഞാൻ കാണാതെ പറഞ്ഞു കേട്ടോ. വന്നപ്പോ കണ്ടു. സത്യം അല്ലാഹു തആല പ്രിയപ്പെട്ട ഉസ്താദിന്റെ ആഗ്രഹം അത് നെയ്യത്ത് ചെയ്തിരിക്കാം. അതേ നെയ്യത്തിൽ ഈ ഭാഗത്ത് എവിടെ വന്നാലും വെള്ളം ഒഴിക്കുന്ന കാലം അല്ലാഹു തആല മരിക്കുന്നത് വരെ ദർസ് നടത്താനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഒറ്റ ആഗ്രഹമാണ് സഹോദരങ്ങൾ, പഠിച്ചത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ മരിക്കുന്നവരെ തൗഫീഖ് കിട്ടണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആഗ്രഹം ഒന്ന് നിലനിർത്തി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഇടയിൽ ഇനി ഗ്യാപ്പ് ദയവ് ചെയ്ത് ആരും ഇല്ല. കാരണം നമുക്ക് സമയം വളരെ കുറവാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ദുആ ചെയ്യണം. എനിക്ക് നേരെ പിന്നെ പള്ളിയിലേക്കാണ് പോകാൻ. ശരിക്കും ക്ഷീണമുണ്ട്, ഖുത്ബ നടത്തുന്ന പള്ളി. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ഗ്യാപ്പ് തീർത്ത് വളരെ വേഗം എല്ലാവരും ഒന്ന് ശ്രമിച്ച് എല്ലാവരും വളരെ പെട്ടെന്ന് ആഖിറത്തിലെ വെള്ളം അല്ലാഹു നമുക്ക് തരട്ടെ. നല്ലോലെ 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 എല്ലാവരും വളരെ വേഗമാട്ടെ. ഇനി ഈ അപ്പൊ അതുകൊണ്ടത് ചെവിക്കലിൽ ഇങ്ങനെ മനസ്സിലാവാതെ വരും. അതാ വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പുള്ള ഇക്കാന്ന് വിളിക്കുമ്പോഴിങ്ങനെ ഇതിനകത്തൂടെ പരുന്ത് പറക്കണ പോലെ തോന്നേ ഉള്ളൂ, ഒന്നും അറിയാൻ പറ്റില്ല. ഏതാ താത്തമാര് വാത് തുടങ്ങി ഇവിടെ. കാരണം അവർക്ക് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. ബാക്കി പോലെ ദുനിയാവിലെ 6 ആഖിറത്തിലെ 6 അല്ല തുടങ്ങാൻ. ബിസ്മില്ലാ. അപ്പൊ ദുനിയാവില് ഈ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമ്മുടെ ലോകത്തിലേക്ക് കിട്ടും. ഏറ്റവും അധികം ദുനിയാവിൽ ഒരു വെള്ളം മനുഷ്യന് ആവശ്യമുള്ള, അധികം ഒരു മനുഷ്യന് വെള്ളം ആവശ്യമുള്ളത് എപ്പോഴാണ് സഹോദരങ്ങളെ? അത് അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടു മുമ്പിൽ വന്ന് റൂഹ് പിടിക്കാവുന്ന സമയത്ത്
സമയത്ത് പോലും വിധങ്ങളുടെ വാക്യകത്തേക്ക് പൊന്നുമോള് ഫാത്തിമ ഒഴിച്ചു കൊടുത്തത് ജലഗണികളാണെങ്കിൽ ഒരു മനുഷ്യന് വെള്ളത്തിൽ ഏറ്റവും അധികം ആവായിൽ റൂഹ് പിടിക്കുമ്പോഴാണ് പേടിച്ചുകൊണ്ട് തൊണ്ട വരണ്ടുണങ്ങി പോകുമത്രേ. പേടിച്ചാൽ തൊണ്ട വരണ്ടുണങ്ങി. രാത്രി ഒരു പേടിപ്പിക്കുന്ന സ്വപ്നം കാണുക. രാത്രി 11 മണിക്ക് നിലവിളക്കെന്ന് പറയുന്ന പ്രേത സീരിയൽ കണ്ടിട്ട് കിടന്നുറങ്ങാം. രാത്രി ഇങ്ങനെ ഉറങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉറക്കുള്ള വരുന്നു. വന്നിട്ട് ഇങ്ങനെ നാക്കും പല്ലൊക്കെ നീട്ടി ഇങ്ങനെ പേടിപ്പിച്ച് എവിടെ ഇങ്ങനെ ഉപദ്രവം കിടന്ന് ഇങ്ങനെ വിളിക്കാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ചാടി എഴുന്നേറ്റാൻ ആദ്യം ഇങ്ങനെ തപ്പി നോക്കുന്നത് മേശപ്പുറത്ത് വെച്ചിരുന്ന ജഗ്ഗവിടെയെന്നാണ് വെള്ളം കുടിക്കാൻ. കാരണം എന്തേ? തൊണ്ട വരണ്ടുപോയി. പേടിച്ചു പോയാൽ ശബ്ദം പുറത്തു വരില്ല. അതുകൊണ്ടാണ് മരണമാസന്നമായവരുടെ നാവിൻ തുമ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതൊരു പുണ്യമാണ്, അതൊരു വലിയ പുണ്യമാണ്. ആ പുണ്യം മുഅ്മിനീങ്ങളായ ഉസ്താദുമാർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് പേര് ഗുരുനാഥന്മാർ മരിക്കുമ്പോൾ തൊട്ടടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഒരു വല്ലാത്ത തൗഫീഖാണ്. നമ്മൾ മരിക്കുമ്പോൾ ആരായിരിക്കും അല്ലാഹുവേ വെള്ളം തരുന്നത്? പടച്ചവനെ, ആരാണ് തമ്പുരാനെ ഞങ്ങളുടെ നാവിത്തുമ്പിലേക്ക് വെള്ളം ഒഴിച്ചു തരാൻ വരുന്നത്? സ്നേഹമുള്ള മക്കളായിരിക്കണം, അതിലാണ് താല്പര്യം വേണ്ടത്. ആരെങ്കിലും വന്ന് വെള്ളം ഒഴിച്ചത് കൊണ്ട് കാര്യമായില്ല, സ്നേഹമുള്ള മക്കളായിരിക്കണം. ഇന്ന് പിന്നെ മരിക്കാൻ കിടക്കുന്ന വാപ്പാടത്തേക്ക് മക്കളെല്ലാവരും ഓടിയെത്തും. അനിയും വിളിച്ചു പറയും, കാക്കാ അടിപൊളിയായി വാപ്പന്ന് വിൽക്കാറ് അത്തന്നെ എല്ലാരെയും വിളിച്ചു വരുത്തി. വാപ്പ സക്കറാത്തിന്റെ ഹാലിൽ എല്ലാരും വന്നു. മൂത്തമകൻ ചോദിക്കുന്നു, വാപ്പ ഡാഡി കൂൾ, ഹലോ ഏട്ടയും കൂടെ മടങ്ങല്ലേ? എന്തു വേണം വാപ്പ? ഞാൻ മൂത്ത മോനാണ്, എന്തു വേണോ ചോദിച്ചോ തരാം. ഇത്രയും കാലം ഒരു ഓമിയുടെ ഗുളിക വാങ്ങിക്കാൻ ഒരുത്തരില്ലായിരുന്നു. റൂഹ് പിരിയാൻ പോകുമ്പോ ചോദിക്കണം എന്ത് വേണം? ഇളയ മോളി ചോദിക്കുന്നു, വാപ്പച്ചി ഐസ്ക്രീം വേണം വാപ്പ. രണ്ടാമത്തെ മോൾ ചോദിക്കുന്നു, വാപ്പാക്ക് ഒരു ഷവർമ്മ വാങ്ങി തരട്ടെ, അതാകുമ്പോ പെട്ടെന്ന് തൊണ്ടേ കുരുങ്ങിയ ആൾ നേരത്തെ അങ്ങ് മരിച്ചോളൂ. ഇതൊക്കെ ചോദിക്കുക. ഇത്രയും കാലം ഈ മക്കൾ എവിടെ ആയിരുന്നു? ഈ മക്കൾ തരുന്നത് സ്നേഹത്തിന്റെ വെള്ളമല്ല, ഓണെങ്കിൽ പെട്ടെന്ന് ആളങ്ങ് പോട്ടെ എന്ന് പറയുന്ന വെള്ളമാണ്. നല്ല സ്നേഹത്തോടുകൂടി മക്കൾ ഒഴിച്ചു തരുന്ന വെള്ളം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഉദരത്തിനകത്ത് കുത്തേറ്റ് മറിഞ്ഞു വീണ് ഉടനെ പുറത്തു വന്നപ്പോൾ വിളിച്ചതാരെയാണ്? എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ. ഒരുപാട് സഹാബത്ത് അവിടെയുണ്ട്, എങ്കിലും വിളിച്ചത് മോനെയാണ്. മോന്റെ അടുത്ത് പറഞ്ഞു, മോനെ വെള്ളം വേണം പാർക്ക്. മുന്തിരി ഇടിച്ചു പിഴിഞ്ഞ് ജ്യൂസാക്കി കൊണ്ടുവന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ വാക്യത്തെ കൊഴിച്ചു. കുടലിലൂടെ പുറത്തേക്ക് വന്നു, കുടലിലൂടെ പുറത്തേക്ക് വന്നു. ഇനി ഈ വരുന്നവരൊക്കെ എവിടെ ഇരിക്കും? കുടലുകളെ മുന്തിരിയുടെ ജ്യൂസ് ആരുടേതാണ്? ഈ ലോകത്ത് അല്ലാഹു ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായം കേട്ടുകൊണ്ട് ഖുർആൻ ആയത്ത് വരെ ഇറക്കി എന്ന് ചരിത്രം പറയാണ്. ആ മഹാന്റെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ സഹോദരൻ? അവസ്ഥ എന്താ? ദുനിയാവിൽ അങ്ങനെ ഒരു തുള്ളി വെള്ളം നിനക്ക് കുടിച്ചു മരിക്കാൻ നിനക്ക് മക്കളൊഴിച്ചു തന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവന്നൊഴിച്ചു തരും. പക്ഷേ ശൈത്താൻ ദുനിയാവിന്റെ വെള്ളം കൊടുക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണ്? ദുനിയാവിലെ കള്ളുകുടിയന്മാരാണ് ചെറുപ്പക്കാരാ. ദുനിയാവിലെ കള്ളുകുടിയന്മാരാണ് ചെറുപ്പക്കാരാ. ആര് പറഞ്ഞാലും തലയിൽ കയറുന്നില്ല അല്ലേ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാറ്റിക്കോ. ഞാൻ നിർബന്ധിച്ച് പറയണം. കാരണം രുചി തട്ടിയാൽ അതിൽ നിന്ന് മാറി വരാൻ ഈ ഹറാമിനൊരു പ്രത്യേക സുഖമല്ല കൊടുത്തിട്ടും വലിയ പാടാണ്. നിങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയടാ, എടാ ഞാൻ ബാക്കി ഇവിടെ വാദം കേട്ടു, ഞാൻ ഇനി കണ്ടുപോയി. മറ്റും പറയടാ, ഇതിനകത്ത് ആൽക്കഹോൾ നെഹിയേ, പറഞ്ഞ കേള് ചെയ്താലേ. എടാ ഇതൊക്കെ അവിടെ ഗൾഫിലൊക്കെ ഉസ്താദുമാർക്ക് ശരിക്കും കുടിച്ചോണ്ടല്ലേ 2 മണിക്കൂർ പ്രസവിക്കണേ. അതുകൊണ്ട് നീ ഒരു കവട് കുടിച്ച് ഇതിനകത്തൊന്നുമില്ലടാ, ലഹരി എന്ന് പറഞ്ഞ സാധനം ലേശമില്ല. പക്ഷെ കുടിക്കുമ്പോ കറങ്ങി പോകുന്നറിയാം. ലഹരിയൊന്നുമില്ല, ആൽക്കഹോളില്ല, ഹോൾക്കഹോളില്ല. ഇതൊക്കെ പറയും. താത്തമാരെ വരെ കുടിപ്പിച്ച് കിടത്തിയില്ല ഈ ആണുങ്ങൾ. എടി ഇത് പെപ്സിയാടി, നീ കുടിച്ചോ? സച്ചിങ്ങനെ സച്ചിൻ പറയണ എന്നാണ് പൊട്ടിച്ചങ്ങ് കൊടുത്തത്. അതാ കിടക്കണ വന്നോ. ഇതൊക്കെ താങ്ങാനുള്ള ആംബിയർ അതിനുണ്ടോ? 3 ഗ്ലാസ് ചായ ഒരുമിച്ച് കുടിച്ചാൽ പിന്നെ 4 തന്നെ കണ്ണുറക്കും. അങ്ങനെയുള്ളതിനാ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണേ. സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, ബോധം തിരിച്ചു കിട്ടൂല. കടലോര പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടാണ്. കള്ളുകൂടി പടർന്നാൽ പടരാൻ വലിയ എളുപ്പമാണ്.
നമ്മളെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മുടെ തലമുറ അത് വിട്ടുള്ള ജീവിതമില്ല. എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ ഇവിടുന്ന് ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ വെള്ളം വായിലേക്ക് ഒഴിച്ചു തരാൻ കഴിയുമെങ്കിൽ ഈ രാത്രി അതിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ എന്റെ ചുണക്കുട്ടന്മാരൊരു അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ആവേശത്തോടെ തീരുമാനിക്കും. ഇന്ന് ഒരു ചെറിയ ഞരമ്പിനുള്ള ഒരു പ്രശ്നം തന്നാൽ തീർന്നില്ലേ സഹോദര? ജീവിതത്തിൽ ഇന്ന് വരെ നീ ഒരുമിച്ച് കൂട്ടിയ മുഴുവൻ സമ്പാദ്യങ്ങളും എറണാകുളം അമൃത ഹോസ്പിറ്റലിനകത്ത് കെട്ടിവെച്ചാലും ആ വേദന മാറ്റാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാം, ആ വിനോദം നമുക്കിനി വേണ്ട. അല്ലാഹു റസൂൽ വേണ്ടെന്ന് പറഞ്ഞത് നമുക്കിനി വേണ്ട. ദുനിയാവില് നല്ല വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റൂല, സത്യം പറ്റില്ല. നിങ്ങൾ പറയും, നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഈ ഉസ്താദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ മുഴുവൻ കുടിയന്മാരെ കുറിച്ചാണ്. ട്രൗസറൊക്കെ ഒരു തലയിട്ട് ബോധമില്ലാതെ നടക്കുന്ന കുടിയന്മാരെ കുറിച്ചാണ്. നല്ല സ്റ്റാൻഡേർഡ് കുടിയന്മാരെ കുറിച്ചാണ്. സ്റ്റാൻഡേർഡ് കുടിയുണ്ടല്ലോ വീട്ടിനകത്ത്, അങ്ങനെ കൊച്ചാപ്പായും മാമായുടെ മുട്ടി ചേർച്ച് പറഞ്ഞ് കുടിക്കുന്ന ഐഷ സോഡ എടുത്തോണ്ട് വാ. പൈസ ഫ്രിഡ്ജ് തുറന്നിട്ട് സോഡ ഒന്ന് ഒഴിച്ച ഐഷ അച്ചാക്ക് ബിസ്മി ചൊല്ലി നരകത്തിന്റെ കഥ തുറന്നിട്ട് പാപ്പായി. ഇതൊന്നും പണ്ട് കാലത്തൊരു വിവാഹാലോചന വന്നാൽ ആദ്യം പറയുന്നത് എന്താ? ചെറുക്കൻ കുടിക്കാനും പാടില്ല, കുടിയന്മാരുടെ കൂട്ടുകാരനാവാൻ പാടില്ല. ഇന്ന് പറയുന്നത് എന്താ? മുഴുക്കുടിയനാവാൻ പാടില്ല, കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പെരുന്നാളിന്, നോമ്പിന്, ദീപാവലിക്ക്, കുടിക്കലുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഫുൾ കുടിയനാവാൻ പാടില്ല. അതാ ഇന്ന് അതാണ് കാരണം. എന്താ? ഈ ഫുൾ കുടിയനാവാൻ പാടില്ല എന്ന് പറയുന്ന വാപ്പാക്കൂടെ കുറച്ച് കുടിക്കാനും ഇടയ്ക്കിടയ്ക്ക്. അതിനാണ് അങ്ങനെ പറയാ. ഇവർ അങ്ങനെയാണ് തീരുമാനം. അത് അനുവദനീയമാക്കിയതുപോലെയാണ് പലരും. പ്രിയമുള്ള സഹോദര, അപകടം അപകടമാണ്, ഹറാം ഹറാമാണ്, അത് മറക്കല്ല. അതുകൊണ്ട് കള്ളു വേണ്ട മുസ്ലിമേ, ദുനിയാവിലെ കള്ളു നമുക്ക് വേണ്ട മുസ്ലിമേ. അത് പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് സ്വർഗീയാരാമത്തിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന മനോഹരമായ ഹൗദുൽ കൗസർ വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഗൾഫിൽ നിന്നൊരു വാഹനം വന്നാൽ ആദ്യം കൂട്ടുകാര് ഫോൺ വിളിച്ച് ചോദിക്കും, ഇവിടെ എത്തി, വൈകുന്നേരമായി, മറ്റത് കൊണ്ടുവന്നതാ. ഇങ്ങനെയാണ് കാണിക്കുക. വാത് കഴിഞ്ഞു പോയാലും വാതിന് വന്നിരുന്നാലും ഇത് ചോദിക്കുന്നതിന് മടിയില്ല. എന്റെ കൂട്ടുകാരാ, വിദേശ രാജ്യത്ത് എത്രയോ പേര് കിടന്ന് രക്തം വിയർപ്പാക്കി കഷ്ടപ്പെടും. നിനക്കൊരവസരം വന്നു, പണക്കാരനാണ്, നല്ല ജോലി, നല്ല അറബി, ആരുടെയോ ദുആ ബർക്കത്തോടെ നിനക്ക് അങ്ങനെ കിട്ടി. പക്ഷെ അവിടെ നിന്ന് പോലും നീ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ശരിക്ക് ഒരുപാട് മദ്യചഷകങ്ങളാണെങ്കിൽ അപകടമുണ്ട്. അല്ലാഹ് കാക്കട്ടെ. ശരിക്ക് ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്ത് കോവളം എന്ന് പറയുന്ന ബീച്ചിൽ കടലിന്റെ ഉള്ളിൽ ഒരു മാസത്തിന് മുമ്പ് ഭൂമി കുലുങ്ങി. എന്റെ പ്രിയപ്പെട്ടവർ, കടലിന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രകമ്പനം. എന്തുകൊണ്ടാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും അധികം കള്ളുകുപ്പി പൊട്ടുന്നത് കോവളം ബീച്ചിലാണ്. ചെറുപ്പക്കാരികളും സായിപ്പും മദാമകളും വന്ന് കുടിച്ചു കൂത്താടാൻ സമയം കണ്ടെത്തുന്നത് അവിടെയാണെങ്കിൽ ദുനിയാവിലെ ഏറ്റവും മോശമായ വെള്ളം അതാണ്. പരലോകത്തെ ഏറ്റവും മോശമായ വെള്ളമേതെന്നറിയുമോ? ഈ കള്ളുകുടിയന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന വെള്ളമാണ്. അവർ ചോദിക്കും, ഒരു തുള്ളി വെള്ളം തരുമോ? ഈ നരകത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങൾ വെന്തുപോവുകയാ, അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം തരുമോ എന്ന് പരലോകത്ത് ചോദിക്കുമ്പോൾ അല്ലാഹു അവരുടെ തൊണ്ടയിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന മാഉൽ ഹമീം, പരലോകത്തെ ഏറ്റവും വൃത്തികെട്ട വെള്ളമതാ, ഹമീമെന്ന് പറയുന്ന ജലമതാ. ആ മനുഷ്യന്റെ വാചകത്തോടെ വിളിച്ചു കൊടുക്കുകയാ. തൊണ്ട കത്തിപ്പോയി, തൊണ്ട മാവുരുകിപ്പോയി, ഉള്ളുരുകിട്ടകത്തേക്ക് ഇറങ്ങുന്ന ആ ഹമീമെന്ന വെള്ളം എനിക്ക് വേണ്ട റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദ്യത്തിന്റെ കോപ്പകളെ ചവിട്ടിക്കളഞ്ഞത്. പ്രിയമുള്ള സഹോദരാ, അതുകൊണ്ട് ഓർത്തുകൊള്ളുക, അതുകൊണ്ട് മടങ്ങി വന്നുകൊള്ളുക. ഈ ദുനിയാവിന് അടുത്ത സെക്കൻഡിന് പിരാൻ പോകുന്ന ദുനിയാവിന് ഹറാമെന്ന് പറഞ്ഞത് പിന്നെ നിനക്കെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രണ്ട് കാര്യമായി ദുനിയാവിനും ആഖിറത്തിലുമുള്ള രണ്ട് കാര്യം.
ഒന്ന് മത്ഉം ഭക്ഷണം, രണ്ട് മശ്റൂബ് വെള്ളം. മൂന്നാമത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു മൽബൂസ് വസ്ത്രം. ദുനിയാവിലും വസ്ത്രമുണ്ട്, ആഖിറത്തിലും വസ്ത്രമുണ്ട്. ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം എന്ന്, വില കൂടിയ വസ്ത്രം എന്ന് മനുഷ്യൻ പറയുന്നത് പട്ടുവസ്ത്രമാണ്. ഈ പട്ടുവസ്ത്രം ഉണ്ടാക്കുന്നത് മനുഷ്യൻ ചവിട്ടിത്തേക്കുന്ന ഒരു പുഴുവിന്റെ നൂലുകൊണ്ടാണ്. അത് നമ്മളറിയണം. അല്ലാഹു തആല ശ്രേഷ്ഠമാക്കാത്തത് ദുനിയാവിൽ ചില ആൾക്കാർ ശ്രേഷ്ഠമാക്കിയാൽ അതിനുള്ള അവസ്ഥ ഏറ്റവും ശ്രേഷ്ഠമായതിനൊക്കെ അള്ള ചില നിസാരതകൾ ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട് ആ വസ്ത്രം. പക്ഷേ അള്ളാഹുവിന്റെ പരലോകത്ത് അള്ളാഹു കുറെ വസ്ത്രം കൊടുക്കും മുഅ്മിനീങ്ങൾക്ക്. ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം ഏത് സഹാബിക്കാണെന്ന് നബി തങ്ങളോട് ചോദിച്ചത് എപ്പോഴെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഉഖൈദർ രാജാവെന്ന് പറയുന്ന രാജാവ്, ലോകത്തിന്റെ നായകൻ, ഒരു വില കൂടിയ വസ്ത്രം കൊണ്ടുവന്നു കൊടുക്കുകയാണ്. ഉഖൈദർ രാജാവ് വിലമതിക്കാനാവാത്ത മുത്തുമണികളെ കൊത്തിവെച്ചിട്ടൊരു വസ്ത്രം. നബിയേ, അവിടെ നിന്ന് വില കൂടിയ വസ്ത്രമായതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു. അങ്ങിത് വാങ്ങണം, അങ്ങിത് ധരിക്കണം നബി. ആ വസ്ത്രം നബി തങ്ങളങ്ങോട്ട് ധരിച്ചു വന്നപ്പോഴുണ്ട് റസൂലുള്ളാഹിയാണ് ലോകത്ത് ഏറ്റവും അധികം അള്ളാഹു സൗന്ദര്യം കൊടുത്തത് ആർക്കാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ നബിതങ്ങൾ ഈ വസ്ത്രം കൂടി ധരിച്ചപ്പോ സഹാബത്താകെ അത്ഭുതപ്പെട്ടു പോയി. എന്തോ ഒരു സൗന്ദര്യമാണ്. ഇന്ന് ആ സൗന്ദര്യമല്ലേ മദീനയ്ക്കും അള്ള കൊടുത്തിരിക്കുന്നത്. എന്ത് രസമാണ്. അല്ലാഹുവേ, ആ സൗന്ദര്യമുള്ള സ്ഥലം കാണിക്കാറെ ഞങ്ങളുടെ കണ്ണുവിടെ നീ അടയ്ക്കല്ലേ റബ്ബേ. എല്ലാ ചെറുപ്പക്കാരും ദുആ ചെയ്യ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിഷമിക്കേണ്ട. കാശല്ല മദീനയിലെത്തുന്നത്, കാശല്ല മദീനയിലെത്തുന്നത്, കാശല്ല മദീനയിലെത്തുന്നത് മനസ്സിന്റെ ആഗ്രഹമാണ് നിന്നെ മദീനയിലെത്തിക്കുന്നത്. വല്ലാഹി അങ്ങനെ തന്നെയാണ്, വല്ലാഹി അങ്ങനെ തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ദുആ ചെയ്തു, നമുക്കവിടെ എത്താൻ സാധിക്കും. പോകുന്നതെന്നാ പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂവുന്നതെന്നാണ്. പാപിയാം ഞാനിന്നു പാതിരാ നേരത്തും പരനോട് യാചിക്കുന്നേ, പ്രാവുകൾ പാറുന്ന പാവന റൗളയെ കാണാൻ കൊതിയാകുന്നേ. മനസ്സിന്റെ ദാഹം തീരുന്നതെന്നാ, പോരിശയേകുന്നതെന്നാ. പുന്നാര നബിയെ കാണുന്നതെന്നാ, പുന്നാര റൗളയിൽ പോകുന്നതെന്നാ, പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാഹുവിന്റെ ഹബീബിനാണ്. അല്ലാഹു പടച്ച തമ്പുരാൻ കൊടുത്തിരിക്കുന്ന രംഗല് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലമേല. അത് താജ്മഹലല്ല, അത് കുത്തുബ് മിനാറല്ല, അത് ഗോൾഡൻ വാലിയല്ല, അത് ദീഗാലാൻഡല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ മനസ്സിന് മുഴുവനും ആവാഹിച്ചെടുത്ത ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യമാണിത് വന്നിറങ്ങുന്ന ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മദീനയുടെ മണവറയുടെ രാജകുമാരൻ കിടക്കുന്ന പുണ്യഗേഹമാണ്. അല്ലാഹു അത് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ദീന തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ഥലം. അതുകൊണ്ട് മൂന്നാമത്തത് മൽബൂസ്. നബിതങ്ങൾക്ക് ആ വസ്ത്രം കൊടുത്തപ്പോ നബിതങ്ങളെ ധരിച്ചു, ആ വസ്ത്രം ധരിച്ചു. അള്ളാന്റെ ഹബീബ് ആ വസ്ത്രം ധരിച്ചിട്ട് ഇറങ്ങി വന്നപ്പോ ഒരു സഹാബി പറഞ്ഞു, നബിയേ, നല്ല രസമുണ്ട് ആ വസ്ത്രം, എനിക്ക് തരൂ നബി. ചോദിച്ച താമസം നബിതങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ശകളൊന്നും ചോദിച്ചാണ്. ചോദിച്ചാൽ തരും, പക്ഷെ അത് ചോദിക്കേണ്ടവർ ചോദിച്ചാലേ തരുള്ളൂ. അള്ളാന്റെ നബിയെ, ആ വസ്ത്രം എനിക്ക് തരുമോ? അള്ളാന്റെ റസൂൽ അപ്പോഴേ മലപ്പുറത്തൊന്നും ഇപ്പൊ വിചാരിക്കുന്നു ചോദിച്ചു നോക്കണം, ചിലപ്പോ കിട്ടിയാലോ. ഞാനിതോരോ ഉസ്താദുമാരെന്ന് അവരെടുത്ത് പോയി ചോദിക്കും, എന്റെ അടുത്ത് ചോദിക്കും. വലിയ വലിയ ഉസ്താദുമാര്, തങ്ങന്മാര്, ശൈഖന്മാര്, അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതൊരു വലിയ നേട്ടമാണ്.
കക്കടിപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ വായ്ക്കകത്തേക്ക് തുപ്പിക്കൊടുത്ത ഒരു പ്രഭാഷകൻ ഇന്ന് കേരളത്തിലുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. ബറക്കത്തു അല്ലാഹു. പ്രായം ഒരുപാട് ചെന്നയാളാ, ഇന്നും പ്രസവിക്കാൻ സ്റ്റേജിൽ പോകുന്നയാളാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. വായ്ക്കകത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്തു. പ്രസവിച്ചോളാൻ പറഞ്ഞു. പകലും രാത്രിയും നിത്യക്കളിയില്ലാതെ പ്രസവം കൊണ്ടുവരെ നോക്കാൻ സമയം. എന്തുകൊണ്ടാണ് ഉസ്താദ് പ്രസവിച്ചോടാന്ന് പറഞ്ഞു. പ്രസവിച്ചു നിർത്താൻ പറയുമ്പോഴേ നിർത്താൻ പറ്റും. ഈ സ്റ്റേജിൽ അടുത്ത സ്റ്റേജിൽ ഇങ്ങനെ നടക്കുക. ആരെങ്കിലും ഒരു തുപ്പൽ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പറഞ്ഞത്. കാരണം എന്താ, തൊണ്ടടച്ചു. ഒരു സ്ഥലത്ത് 2 ദിവസം ചേർക്കുന്ന വാതിൽ കഴിഞ്ഞ് പിന്നെ 3 വീട്ടിൽ ചെന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് വാതിൽ പോകുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ ഇനി ഏത് മരുന്ന് കഴിക്കട്ടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയില്ല. പിന്നെ ഉസ്താദുമാരുടെ ബറക്കത്തുകൊണ്ട് ഇതുവരെ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തന്നിട്ടില്ല. അള്ളാഹു ബുദ്ധിമുട്ട് മാറ്റി തരട്ടെ. അങ്ങനെ കിട്ടിയ ഒരു കേരളത്തിലെ പ്രഭാഷകൻ ഇന്നും പ്രസംഗിക്കാൻ പോകുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാരിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയാൽ അത് കിട്ടിയത് തന്നെയാണ്. എന്നറിയോ, നാളെ ഈ മദീനയുടെ മുറ്റത്തൂടെ നിങ്ങൾക്ക് മുന്നിലൂടെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നു പോകാനല്ല, എന്നെ കഫം പൊതിയുമ്പോൾ അതിന്റെ ഒരു തുണിയാക്കി ഈ വസ്ത്രത്തെ എനിക്കൊന്ന് മാറ്റാൻ വേണ്ടിയാണ്. എന്റെ കബറിന്റെ അകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തണിഞ്ഞിരുന്ന വസ്ത്രമുണ്ടെങ്കിൽ എന്നെ പുഴുക്കള കടിക്കൂല. അതാബ് ഹബീബിന്റെ വസ്ത്രം ധരിച്ചതുകൊണ്ട് എന്നെ തൊടൂല്ല എന്ന് പറഞ്ഞ് മദീനന്റെ കാലയ്ക്ക് കൊണ്ടുവന്ന് അറിയാൻ കിട്ടൂല എന്ന് പറഞ്ഞ് നിസ്കരിക്കാറെ മുമ്പ് പൂവും കണ്ടുകൊണ്ടിരുന്നാൽ കൊണ്ടുവന്നതിനൂടെ അതാവ് കിട്ടും. പിന്നെ അറിയപ്പെടാത്ത മതി കൊണ്ടുവന്നതിന് അതിന്റെ അതാവ് കൂടി കിട്ടും. പുണ്യമുള്ളതിന് പുണ്യമുണ്ട്, വറക്കത്തുള്ളതിന് വറക്കത്തില്ല എന്ന് പറയാനില്ല. ആലോചിക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പൊ സഹാബത്തിന്റെ ഈ ചർച്ച കണ്ടപ്പോ നിബിധങ്ങൾ പറഞ്ഞ് എന്തിനാ നിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാം ഇത്? എന്നാൽ ഈ വസ്ത്രവും വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ട് കൊടുത്തപ്പോ നബിധങ്ങൾ സഹാബത്ത് ചോദിച്ചു, എന്ത് വസ്ത്രം? പൊന്നാര നബിധ യുദ്ധം നടക്കുന്നു, പുതുമണവാളനാരെ ഞാൻ യുദ്ധത്തിലേക്ക് ചെന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് എന്നെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ തന്നെ കല്യാണ ചിലവിന് കൊടുത്ത കാശ് കൊണ്ട് വാളും പരിചയും മുഖം മൂടിയും വാങ്ങി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വന്ന് ഷഹീദായ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞപ്പോൾ സഹാബി ഓടി വന്നു പറഞ്ഞു, നബിയേ, ഒരുപാട് സഹാബത്തിന്റെ ശരീരം ഈ ശിരസറ്റ് കിടക്കുന്ന കബന്ധങ്ങൾ ഒരുപാട് വാരിക്കൂട്ടിയിട്ടു. അതിലൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ഇന്നില്ല, മുഖം മൂടി ധരിച്ചിരിക്കും. ആ കിടപ്പിന്റെ ഓരോ ഭാഗത്ത് കിടക്ക. ഈ ചരിത്രം വെറുതെ കേൾക്കാനുള്ളതല്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ. വെറുതെ കേൾക്കാമില്ലാതെ ഭാര്യയും മക്കളെയും ഉമ്മയും ഉപ്പയെയും കൂട്ടുകാരനെയും നോക്കാൻ വേണ്ടി പരക്കം പായുന്ന ദുനിയാവിന്റെ മക്കള് ഇത് കേട്ടാ പോരാ. മനസ്സിന്റെ അകത്ത് ഒരു സഅദിന്റെ ഒരക്ഷരം കൊണ്ടെങ്കിലും ജീവിതം നിങ്ങൾ തീരുമാനിക്കും. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരമാണെന്ന് നബിതങ്ങൾ അറിഞ്ഞപ്പോൾ ഈദിന്റെ മുന്നിലും ഇങ്ങനെ കണ്ണീരൊഴുക്കിയിട്ടില്ല, സങ്കടം കൊണ്ട് അന്നൊഴുക്കി. മാത്രമല്ല, ആ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നടക്കിയപ്പോൾ നബിതങ്ങൾ ചിരിച്ചു. ഹൂർലീങ്ങൾ മത്സരിക്കുകയാണ്, എനിക്ക് വേണം എന്റെ സഅദിനെ. സിനിമാ നടിമാരുടെ ഫോട്ടോ വീടിന്റെ അകത്ത് പൊട്ടിച്ചു വന്ന ചോർന്ന് വെള്ളം പറ്റിപ്പോരോ, പൈശാചിക ഭാരത്ത് ഭ്രാന്തി പിടിച്ചു പോരോ. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര് പഠിച്ചോ. പേശു തുറന്ന സാനിയ മിർസ, വാതിൽ തുറന്നാൽ ഐശ്വര്യാറായി, കട്ടിൽ കിടന്ന സുസ്മിത സെൻ, പിന്നെ എന്തൊക്കെ തൊലിയ, എന്തൊക്കെ മാങ്ങാത്തൊലിയ ഇതുകൊണ്ട് നിനക്ക് കിട്ടാൻ. എന്തൊരു ഉത്സവമാണ് അവർക്കൊക്കെ. ഇതൊക്കെ ഒന്ന് കാണാൻ മൊബൈലിന്റെ മെമ്മറിയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ, ഫ്രണ്ടിൽ വാൾവിലെ പോലെ അടിച്ചിട്ടിരിക്കുന്ന ഫോട്ടോ, നാണമുണ്ടോ? സഹോദരങ്ങളെ ആലോചിക്കുക. ഓർലീങ്ങൾ പറയുന്നു, സഅദിനെ ആദ്യം എനിക്ക് ചുംബിക്കണം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സഅദ് സ്വർഗത്തിലെ സ്ത്രീകൾ മത്സരിച്ചുവത്രേ. നടക്കുന്നതിന് മുമ്പ് ഇതാണ് ചുണക്കുട്ടൻ. ഇവർക്ക് കൊടുക്കുന്ന വസ്ത്രം നമുക്ക് കിട്ടും. അത് കാണാനെങ്കിലുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. നമുക്ക് ആ വസ്ത്രം വേണ്ട റബ്ബേ, അതിന് ചോദിക്കാനുള്ള യോഗ്യത പോലുമില്ല. പക്ഷേ അല്ലാഹുവിനെ പോലെയുള്ളവർ ആ വസ്ത്രം ധരിക്കുമ്പോൾ അത് കാണാനെങ്കിലുമുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണേ തമ്പുരാനേ. അത് മതി, നമുക്കത് മതി. അത് തന്നെ വലിയ അല്ലാഹു നല്ല വസ്ത്രം തരട്ടെ. ഏറ്റവും നല്ല വസ്ത്രം വസ്ത്രത്തിൽ ഏറ്റവും വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിനൊരു പ്രത്യേക പരിശുദ്ധിയുണ്ട്.
ഇതിനൊരു പ്രത്യേക പൈസത്തിന്റെ ആ വസ്ത്രം ധരിക്കുന്നതിന് ശരിക്ക് പ്രതിഫലവുമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. പെട്ടെന്നൊരു തെറ്റ് ചെയ്യാനൊന്നും വെള്ളവസ്ത്രം ധരിക്കുന്നവർക്ക് തോന്നൂല എന്ന് പറഞ്ഞ് ഞാനിത് പറഞ്ഞതുകൊണ്ട് ചില രാഷ്ട്രീയക്കാരൊക്കെ സെറ്റപ്പായി നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ട. വെള്ളവസ്ത്രം ആര് ധരിച്ചാലും നല്ലത് തന്നെ. അതിപ്പോ ഏത് രാഷ്ട്രീയക്കാർ ധരിച്ചാലും നല്ലത്, ഏത് ഉസ്താദുമാർ ധരിച്ചാലും. ഞാൻ വെള്ളം മാത്രം ധരിക്കുന്നതാണെന്നുള്ളൂ. ഞാൻ ചിലപ്പോൾ നീല ചെമ്പേടും, ചിലപ്പോൾ ചുവന്ന ചെമ്പേടും, ചിലപ്പോൾ പച്ച ചെമ്പേടും. അതൊക്കെ നല്ലത്. കാരണം ഒരു സ്ഥലത്തേക്ക് ഈ നമ്മൾ ശരിക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ വെള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുഷിഞ്ഞു പോകുന്ന വസ്ത്രമാണ്. അതുകൊണ്ട് ഞാനുള്ളത് തുറന്നു പറയരുത്. പക്ഷെ വെള്ള വസ്ത്രം ഒരു പുണ്യമാണ്. അതിനെ സ്നേഹിച്ചാൽ, അത് നിത്യമായി ധരിച്ചാൽ അതുകൊണ്ട് ശരിക്ക് കറകൾ നമ്മുടെ കൽബിൽ നിന്ന് പോലും മാറും. നിബിധങ്ങളത് ഇഷ്ടപ്പെട്ടത് അല്ലാഹു ധരിക്കാൻ തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, ആ 3 തുണ്ട് വെള്ളത്തുണി തന്നെയാണ് അവസാനം നമുക്ക് അല്ലാഹു തരുന്നത്. പൊതിഞ്ഞ് നല്ല പൊതിയല്ലേ? ഇതുപോലെ പൊതിയുന്ന ഒരു സാധനം ലോകത്ത് വേറേണ്ട. എത്ര വൃത്തിയായിട്ട പൊതിയ, എത്ര പേരാണ് പൊതി ശരിയായെന്ന് നോക്കാൻ. കാല് നല്ലൊരു പൊതിയടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇട്ട് ഞാൻ കെട്ടാന്ന് പറഞ്ഞ് കയറി വന്ന് ഉപ്പുപ്പാരി കെട്ടൂലേ? ഇതുപോലെ പൊതിയുന്ന നല്ല പൊതി വേറെ എവിടെയെങ്കിലും ഉണ്ടോ? കറക്റ്റായിട്ട് അളവ് തിട്ടപ്പെടുത്തി ഒരു പൊതി ആണിനും പെണ്ണിനും അങ്ങനെ കൊണ്ടുപോകുമ്പോ ആ 3 തുണ്ട് വെള്ളത്തുണിയാ നമുക്ക്. അല്ലാഹു ഹലാലായ പൈസയുടെ തുണി നമുക്ക് അല്ലാഹു തെരുമാറാകട്ടെ. നമ്മുടെയൊക്കെ മരണ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ, വാപ്പ മരിച്ചാലുടൻ ആ മക്കൾ പുറത്തിറങ്ങി ഫോൺ ചെയ്യും, ഹലോ ചന്ദ്രനല്ലേ, ഒരു 50,000 രൂപ പലിശയ്ക്ക് വേണമായിരുന്നു, വാപ്പ മരിച്ചു, കൂപ്പിലാൻ ഇതുവല്ല നോക്കണോ, ഇനിയിപ്പോ ചിലവൊക്കെ എന്റെ മണ്ടയിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ആ പൈസ കൊണ്ടുപോയി തുണിക്കടയിൽ. അള്ളാഹ് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ റസാഖുസ്ഥാനെ കുറിച്ച്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു എന്താണ് പഠിച്ചവനെ ഈ സരസ് മൊത്തം. ഈ തിരുവത്രയിലുള്ള ജനങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്നലെ മാത്തൂർ ഉസ്താദ്, ഇന്ന് അബ്ദുൾ റസാഖ് ഉസ്താദ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിന്റെ ദുആഇന് അല്ലാഹു ഉത്തരം തരട്ടെ. നമ്മൾ എന്നും ഇങ്ങനെ ചോദിക്കല്ലേ, അല്ലാഹു തന്നെ വിചാരിക്കൂലേ ഇവൻ എത്ര നാളുകൊണ്ട് തുടങ്ങിയതാ. നിരന്തരം സദസ്സിൽ വന്നിരുന്നു ആമീൻ പറയുന്നവർ അല്ലാഹ് കാണല്ലേ. മണ്ണാർക്കാട് വരെ വന്നിട്ട് അവിടെ നിന്ന് ഇവിടെ വന്നവരുണ്ട്. അപ്പോ അള്ളാഹു അങ്ങനെ നോക്കും, അവൻ ആ സദസ്സിൽ പോയി കരഞ്ഞാമീൻ പറഞ്ഞു, ഈ സദസ്സിൽ പോയി കരഞ്ഞാമീൻ പറഞ്ഞു, അപ്പുറത്ത് പോയി കരഞ്ഞാമീൻ പറഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ അവനെ കബൂലാക്കാൻ തീരുമാനിച്ചു. കുറെ നാളുകൊണ്ട് തുടങ്ങിയില്ലേ, അതുകൊണ്ട് ഇന്നത്തത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹ് അങ്ങോട്ട് മാറിക്കിട്ടാൽ. അള്ളാഹുവേ അങ്ങനെ ഒരു മജ്‌ലിസാക്കി മജ്‌ലിസിനെ മാറ്റണേ. പരിപാടികളിൽ ഫ്ലക്സ് ബോർഡ് അടിച്ച് നോട്ടീസ് വലിച്ചു കീറി സ്റ്റേജ് പൊളിച്ച് കസേര പറക്കി മൈക്ക് സെറ്റുകാരും എല്ലാവരും പോയി കഴിഞ്ഞാൽ അള്ളാഹുവേ നമ്മുടെ കൽബിൽ നിന്ന് ഈ നസീഹത്തിനെ മായ്ച്ചു കളയല്ലേ അല്ലാഹ്. ഇതേ പ്രകമ്പനത്തോടെ എന്നും കൽബിന്റെ അകത്ത് കാത്തു സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് താ. എപ്പോഴും ആ ചിന്ത നമ്മുടെ മനസ്സിലും. അപ്പോ ദുനിയാവിലെ ഈ വസ്ത്രം ഹറാമായ കാശ് കൊടുപ്പോൾ നമ്മുടെ മക്കൾ ആ വസ്ത്രം വാങ്ങി തന്നിട്ട് എന്ത് നേട്ടമാണ് മക്കള്. പിന്നെ എന്തിനാ നമ്മൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്? ഇന്നലെ ഞാൻ പ്രസംഗിച്ചു 40 കൊല്ലം ഗൾഫിൽ നിന്നു. ഇന്നൊരു സഹോദരനെ കണ്ടു, സാറേ 37 കൊല്ലമായി, 3 കൊല്ലം കൂടെ ആകുമ്പോൾ 40. ഗൾഫിലെ സഹോദരൻ 37 കൊല്ലമായി. ഉസ്താദ് വാച്ചി, എത്ര ജീവിതം, എത്ര ദുനിയാവിലെ സുഖം, എത്ര രസം, എത്ര സന്തോഷം, എല്ലാം മാറി. അവർക്കൊക്കെ അവസാനം മക്കൾ പലിശക്കാരന്റെ ആസനം താങ്ങിയിട്ടാണ് വാപ്പായ പൊതിയാൻ തുണി വാങ്ങുന്നതെങ്കിൽ എന്തുപയോഗമാണ് അതിനുള്ളത്? ഉമ്മമാരൊക്കെ ശരിക്ക് കരഞ്ഞു ദുആ ചെയ്യണം. ഹലാലായ പൈസയുടെ തുണി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിന്റെ അകത്ത് കഫത്തുണി വാങ്ങി വെച്ചിരിക്കുമായി. എന്നിട്ട് എല്ലാ ദിവസവും രാത്രിയാവുമ്പോ ആ തുണി ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അങ്ങനെ വെക്കും. അല്ലാഹ് അങ്ങനെ നോക്കുന്നവരുടെ ഈമാനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തുണി വാങ്ങി വെച്ചിട്ട് രാത്രി നോക്കുന്നവർ വല്ലാത്ത ഈമാനായിരിക്കും. കിടന്നിട്ട് അവർക്ക് സമാധാനം കിട്ടില്ല. കാരണം ഇതിലാണല്ലോ അല്ലാഹ് എന്നെ പൊതിയാനുള്ളത്. അങ്ങനെയുള്ള ഉമ്മമാരായിരുന്നു പണ്ട്. ഇന്ന് ഒരത്ര പുരട്ടിയാൽ ഭാര്യ പറയും, മയ്യത്തിന്റെ മണം, ഈ മനുഷ്യന് വേറെ ജോലിയൊന്നുമില്ല, മയ്യത്തിന്റെ മണം, അതുകൊണ്ട് വേണ്ടാന്ന് വേണ്ട. താത്തമാർക്ക് അതിനെക്കുറിച്ച് കേൾക്കുന്നത് പോലും അലർജിയാണ്. അങ്ങനെ അലർജിയാവേണ്ട പെങ്ങളെ, ഹലാലായ പൈസ കൊണ്ട് തുണി വാങ്ങി നമ്മുടെ മക്കള് നമ്മുടെ കഫം പൊതിയുമോ? ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്.
വലിയ വലിയ ഉസ്താദുമാരും മഹാന്മാരൊക്കെ മരിക്കുമ്പോൾ അവർക്ക് അല്ലാഹു നല്ല നല്ല തുണികളെ കൊണ്ടുവരും. മദീനത്ത് നമ്മൾ ഏതോ മഹാൻ കൊടുത്ത തുണി കൊണ്ട് കഫം പറഞ്ഞ ഉസ്താദുമാരെ എനിക്കറിയാം പ്രിയപ്പെട്ടവർ. അവിടെ ചരിത്രം പറയാനല്ലാതെ ആ യോഗ്യതയിലേക്ക് ആ അർഹതയിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മൂന്നാമത്തത് വസ്ത്രമാണ്. ദുനിയാവിലും വസ്ത്രമുണ്ട്, ആഖിറത്തിലും വസ്ത്രമുണ്ട്. നാലാമത്തത് ദുനിയാവിലും ആഖിറത്തിലുമുള്ള നാലാമത്തെ കാര്യം എന്താ? വമർകൂബ്. വാഹനമാണ്. വാഹനം ദുനിയാവിൽ മാത്രമല്ല. പിന്നെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ പരലോകത്ത് പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇഷ്ടം പോലെ സ്ഥലം അള്ള വാങ്ങിച്ചിട്ടിരിക്കല്ലേ. എല്ലാം ആധാരമുള്ളത് തന്നെ, പൊതുവനൊന്നുമില്ല, എല്ലാം പതിഞ്ഞ വസ്തുവാണ്. ഇഷ്ടം പോലെ വാഹനം പാർക്ക് ചെയ്യാം. പക്ഷേ അവിടുത്തെ വാഹനത്തിന് ടയറില്ല. MRF കമ്പനിക്കാരെ കൊണ്ടേ വിചാരിക്കും, ഒന്നോ അവിടെ ടയർ കമ്പനിയുണ്ടാകുന്ന ഒന്ന് ചോദിച്ചു നോക്കായിരുന്നു, അങ്ങനെയൊക്കെ ഒരു കമ്പനി തുടങ്ങാൻ. അവിടെ ടയറില്ല. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി സോദരാ പറയണ്ട. പറക്കുന്ന കട്ടിലാണ്. ബദർ മുനീറിന്റെയും മുസ്ലിം ജമാലിന്റെയും കഥ കേട്ടിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മഹിയിൽ മഹാശീലെന്നു മഹിമയിടും സുൽത്താൻ മധുമഴവില്ലാണ്ടൊരു കരിമോള്, അവളുടെ മധുവൊഴുകും പേരല്ലോ സുനുജമാലേ. മണിവൈരം മാണിക്യം മരതകവും മാണിക്യം. ഇതൊക്കെ നാട്ടുകാർക്കറിയാം. പ്രണയകഥ പ്രത്യേകിച്ചറിയാം. അന്തരീക്ഷത്തിലൂടെ ബദർ മുനീർ പരവതാനിയിരുന്ന് വരണത്, മുസ്ലിം ജമാഅത്ത് താഴെ ഇരുന്ന് ശൂളമടിക്കുന്നത്, ലൈലാ മജ്നുവിന്റെ പ്രേമകഥ ഒക്കെ അറിയാം. ഇത് പഠിച്ചവരെ സ്വർഗത്തിൽ അല്ലാഹു അതെ പറക്കുന്ന കട്ടിലാണ് അവിടുത്തെ വാഹനം. ഒരു സഹാബി നബി തങ്ങളോട് ചോദിച്ച, നബിയെ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടം കുതിരകളാണ്. കുതിരയുടെ പുറത്ത് കയറി ഇങ്ങനെ വലിയ ഹരമാണ്. പരലോകത്തതുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗത്തിലെ കുതിരകളുണ്ട് മോനെ, നീ വിഷമിക്കണ്ടടാ. സ്വർഗത്തിലെ കുതിരകളുണ്ട്. ഈ കുതിര ഓട്ടം നടത്തുന്ന സഹാബത്തിന്റെ മനസ്സിന് സന്തോഷം കൊടുക്കാ നബി തങ്ങൾ പറഞ്ഞതാ. ആഖിറത്തിലും ആ സ്വർഗത്തിലും ആ കുതിരയുണ്ട് മോനെ, നീ വിഷമിക്കണ്ട. റസൂല് പറഞ്ഞതാ. പക്ഷേ ദുനിയാവിൽ ചില ചെറുപ്പക്കാർ ബൈക്ക് റേസിംഗ് സ്റ്റൈലിന് വേണ്ടി നടത്തുന്നവർ. ബൈക്ക് ഒരു ടയർ മാത്രം തറയിൽ പറ്റിച്ച് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ പള്ളിയുടെ നായിക്കൂടെ പാപ്പാര് നിക്കലും ചെല്ലിപ്പോൾ ഉമ്പ കൂടെ പാപ്പറയോ എവിടെ ചാവാൻ പോകണം പറയുന്നതിന് മുമ്പ് ഓടെ പാപ്പാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വഴിയിൽ വെച്ച് കിട്ടുന്ന പണി വാരി തലയെ വെക്കാൻ നിനക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു നീ ആ പാട്ടിൽ കൊണ്ട് മര്യാദയ്ക്ക് വെക്കൂടെ? ചില ചെറുപ്പക്കാർ വാഹനം കൊണ്ട് പോണ കണ്ടാലുണ്ട്, വല്ലാത്ത സങ്കടം തോന്നിപ്പോകും. നമുക്ക് തോന്നലെന്താ, ഇതൊക്കെ നമ്മുടെ അല്ല. എത്ര വിദഗ്ധനായ ഡ്രൈവറാണെങ്കിലും നമ്മുടെ കയ്യിലല്ല. സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറയാതെ ചാവി വണ്ടിക്കകത്തേക്ക് കയറ്റരുത്, അപകടമാണ്. മറക്കരുത് നമ്മൾ. ശരിക്കും നമ്മൾ ആ വിഷയം ഫ്ലൈറ്റിൽ കയറുമ്പോൾ മാത്രം നമ്മൾ ഓർമ്മിച്ചാൽ പോരാ. അത് പൊട്ടിയാലും മരിക്കും, നീ ഓടുന്നത് ചരിഞ്ഞാലും മരിക്കും. ഇപ്പോ ഫ്ലൈറ്റ് വില കൂടിയതായതുകൊണ്ട് അത് മാത്രമല്ല, ആ ദിക്ർ ഹൈന്ദവ സഹോദരങ്ങൾ വരെ പഠിക്കും. കാരണം സകല ഫ്ലൈറ്റിനും തുടങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലദീ സഖറനാ അതിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് അവർ ഏകദേശമൊക്കെ പഠിച്ചു. ഹൈന്ദവർ വരെ അത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ മുസ്ലിങ്ങളെ അള്ളാഹുവിനെ അറിഞ്ഞൂടെ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ. നമ്മളിത് പണയില്ല. താക്കോൽ അങ്ങോട്ട് കയറ്റുമ്പോ ഇഞ്ചിന്റെ അടിയിൽ നിന്ന് സുബ്ഹാനല്ലദീ സഖറനാ നമുക്ക് പറയാൻ നേരമില്ല, ഇഞ്ചിൻ പറയും. ബൈക്കിന്റെ അടിയിൽ നിന്ന് സാധനം ഫിറ്റ് ചെയ്തിരിക്കും, അതിനു വേണ്ടി നമുക്ക് നേരമില്ല. ബിസിയല്ലേ? ഇതിന്റെ ബിസിയൊക്കെ തീർക്കാൻ അള്ളാഹ് എത്രയോ പേര് ബിസി തീർന്ന് തളർന്നു കിടക്കുന്നു. ഒരു ബിസിയില്ല. കാണാൻ വരുന്നവർക്ക് അവരോട് ചോദിക്കുന്നു, നിനക്കെന്താ എത്ര ബിസി? എനിക്ക് എന്ത് ബിസിയാ? ഇവനൊരു ബിസിയിൽ അവിടെ കിടക്കാം. കാരണം എഴുന്നേക്കാൻ പറ്റിയെങ്കിലല്ലേ ബിസി ഉണ്ടാവുള്ളൂ. അള്ളാഹെ മറക്കരുത്. അള്ളാഹു നമുക്ക് നല്ല ജീവിതം തരട്ടെ. അപ്പൊ ദുനിയാവിൽ വാഹനമുണ്ട്, ആഖിറത്തിലും വാഹനമുണ്ട്. അഞ്ചാമത്തെ വസ്തു എന്താ? ഇണകളാണ്.
ഇണകളാണ്, ഇണകൾ. ദുനിയാവിൽ ഇണകളുണ്ട്, ആഖിറത്തിലും ഇണകളുണ്ട്. ദുനിയാവിൽ ഇണകളുണ്ട്, ഇണകളില്ലെങ്കിൽ എന്തൊരു ജീവിതമാ. വിവാഹം കഴിക്കാത്തവർ എത്രയും പെട്ടെന്ന് കഴിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടമെങ്കിലും ഉണ്ടാവട്ടെ. ഒരുപാട് പ്രായമായ പിന്നെ 2 കൊല്ലം കഴിയട്ടെ, ഗൾഫിൽ പോയിട്ട് വരട്ടെ, കുറച്ചുകൂടി കവളിറങ്ങട്ടെ, 2 സെന്റ് വസ്തുവിടെ വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ട. സമയമായ വിവാഹം കഴിക്കാം. നല്ല ചുറുചുറുക്കുള്ള മക്കളെയൊക്കെ അങ്ങോട്ട് അള്ളാഹുവിന്റെ തൗഫീഖിനോട് ഇങ്ങോട്ട് എടുക്കങ്ങോട്ട്. ഇവിടെ ദുനിയാവിനെ കൂടെ നിയത്തിയത് ഇവിടെ കിടക്കട്ടെ. കുറെ മക്കള് ആണും പെണ്ണൊക്കെയായിട്ട് കിടക്കട്ടെ. ഇഷ്ടംപോലെ മക്കള് വേണ്ട നമുക്ക്. എല്ലാരും ദുആ ചെയ്യും. എനിക്ക് 3 ആമക്കളെ ഒരു പെൺകുട്ടി കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. എല്ലാവരും ദുആ ചെയ്യും. നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്ന അങ്ങനെ എനിക്ക് മനസ്സിലാവണം. പെങ്കൊച്ചാണിക്കാന്ന് ഭാര്യ വിളിച്ചു പറയുമ്പോ ഞാൻ പറയണം, ഇത് തൃത്താലത്തെ ജനങ്ങളുടെ, തിരുവത്രത്തെ ജനങ്ങളുടെ ദുആയാണ് മോളെ, വിഷമിക്കണ്ട, ഇനി മൊത്തം പെണ്ണായിരിക്കും എന്ന് പറയാൻ എനിക്ക് കഴിയണം. എനിക്ക് ആൺകുട്ടിയാണല്ലോ, എല്ലാ ആമക്കളാണ്, 3 ആമക്കൾ. വിവാഹം കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ ഇരിക്കുന്ന പെൺകുട്ടിയെ വേണം. അപ്പൊ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞെന്താ, ഒരിക്കലും അത് വേണ്ട. കാരണം എന്റെ വീട്ടിൽ 5 പെൺമക്കളാണ്. പെൺമക്കളെ പ്രസവിച്ചതിന്റെ പേരിൽ ഏറ്റവും വലിയ ആക്ഷേപം കേട്ടവളാണ് എന്റെ ഉമ്മ. അതുകൊണ്ട് എന്റെ മൂത്ത ഇത്തമാരെ പ്രസവിച്ചത് മൊത്തവും പെൺകൊച്ചി. അവർക്ക് ആകെ പ്രതീക്ഷ ബാക്കവിയില്ല. അതുകൊണ്ട് പെൺകൊച്ചി വേണ്ട, ആൺകൊച്ചി വേണ്ട. ഇത് തമാശയല്ല പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ജീവിതമല്ലേ, നമ്മുടെ ജീവിതമല്ലേ. എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം കേട്ടാൽ മതി, തുറന്ന ജീവിതം. അവസാനം അള്ളാഹുവിനോട് ആൺകുട്ടി വേണം എന്ന് ദുആ ചെയ്തു. 3 ആമക്കളെ അള്ളാഹു തന്നു. ഇപ്പൊ മനസ്സിലൊരു പേടി, പെൺകുട്ടി തരൂലെന്ന്. എല്ലാരും പറയുന്നത്, ഉസ്താദേ പെൺമക്കളുണ്ടെങ്കിൽ മക്കളുടെ സ്നേഹം എന്തെന്നറിയണമെങ്കിൽ പെൺമക്കൾ വേണമെന്നാണ്. ചില ആൾക്കാർ പറയും, ഉസ്താദേ ഒരിക്കലും അങ്ങനെയല്ല എന്ന് പറയും. അത് പെൺമക്കളെ ചോദിച്ചുകൊണ്ടോ അത് മാറിക്കൊടുക്കും. പെൺമക്കളുടെ സ്നേഹം അത് വളരെ വലുതാണ്. അല്ലാഹു തആല 3 പെൺമക്കളെ വളർത്തിയ ഒരു മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞപ്പോ 2 പെൺമക്കളെ വളർത്തിയവരോ നബിയെ, ഇവർക്ക് സ്വർഗം കിട്ടും. ഒരാൾ പറഞ്ഞു, എനിക്കൊരു മോളാ, പക്ഷേ ചോദിക്കാൻ എനിക്കൊരു മടി, കാരണം നാണക്കേട്. ഒരാളുടെ ഉള്ളൂ, എങ്ങനെ സ്വർഗം ചോദിക്കുന്ന? പെൺമക്കളെ വളർത്തുന്നതിനൊക്കെ ശരിക്കും പ്രതിഫലമാണ്, ശരിക്കും പ്രതിഫലമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമാക്കി തെരുമാറാകട്ടെ. അപ്പൊ ഇണകൾ വിവാഹം കഴിച്ചോ? ആർക്ക് വേണ്ടിയാ കാത്തു നിൽക്കുന്നേ? ആർക്ക് വേണ്ടിയാ കാത്തു നിൽക്കുന്നത്? വിവാഹം കഴിച്ചു. ഇടുക്കി, കോട്ടയം, പിന്നെ ആലപ്പുഴ ജില്ലയിലൊക്കെ കഴിഞ്ഞ മാസം എത്ര കല്യാണം നടന്നെന്നറിയോ? കാരണം എന്താ? മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് പെണ്ണ് കെട്ടണം. അല്ലാഹു തആല ആ അപകടത്തെ കൊണ്ട് കാത്തിരക്ഷിക്കട്ടെ. വേഗം നടത്തണം, കല്യാണം നടത്തട്ടെ. ഉപ്പമാര് സമ്മതിക്കൂല ആണുങ്ങളെ കല്യാണം നടത്താൻ. കാരണം എന്താ? ഒരു 2 വർഷം കൂടെ കഴിയുമ്പോണ്ടല്ലോ ശരിക്ക് കാശ് കിട്ടോടാ. നീ വിചാരിക്കുന്ന പോലല്ല. നീ ഉഷാറല്ലേ, നീ കുറച്ച് സാധനമൊക്കെ അടിച്ചിട്ട് അവളെ പിരിയുന്ന ആര് കണ്ടാലും ഭയങ്കര മോനെ എന്ന് പറഞ്ഞ് ഉപ്പമാര് കൂടെ വളർത്തുകയാണ്. പുണ്ണാക്ക് കൊടുത്ത് പൂവത്തിനെ വളർത്തണ പോലെ ഉയർത്താൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട സമയമായ അപ്പോഴെ തട്ടിലങ്ങോട്ട്, പിന്നെ വേറെ നോക്കി തിരിഞ്ഞുകൊണ്ട് കാര്യമില്ല. വേഗം അത് നടത്തണം. അതാണ് ആവശ്യം. അല്ലാഹു തആല വിവാഹപ്രായമായവർക്ക് സ്വാലിഹത്തായ ഇണകളെ അല്ലാഹു കൊടുക്കട്ടെ. പരലോകത്തുമുണ്ട് വഹൂറുൻ കംസാലിൽ ലുലുൽ മക്നൂൻ. മുത്തുകൾ ചിതറി വീണ പോലെ, പവിഴങ്ങൾ തെറിച്ചു വീണ പോലെ സുന്ദരികൾ പരലോകത്ത് അല്ലാഹു പടച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവര് സ്വർഗീയ സ്ത്രീകളാണ്, സ്വർഗീയ സ്ത്രീകളാണ്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ, അവർക്കുള്ള മുമ്പല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുന്നുണ്ട്. പ്രകാശത്താൽ പടച്ച മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഒരു ഹൂറിന്റെ ചിരിയുടെ പ്രകാശം കണ്ട് അത്ഭുതപ്പെട്ടു പോയെന്ന ചരിത്രം പറയുമ്പോൾ അത് വേണ്ടേ? നമുക്ക് വേണ്ടേ? അല്ലാഹു തആല സ്വർഗീയ സ്ത്രീകളെ നമ്മുടെ ഇണകളാക്കി പെരുമാറാകട്ടെ. സ്ത്രീകൾ വിചാരിക്കുക, അപ്പൊ നമുക്കോ സാറേ ഈ പാപ്പാരെ തന്നെ കിട്ടുമോ? വേറെ ആണുങ്ങൾക്ക് മാത്രമേ സെറ്റപ്പ് ഉള്ളൂ, നമുക്കില്ലേ? നിങ്ങൾക്കും ഉണ്ട്, വിഷമിക്കണ്ട. നല്ല സുന്ദരന്മാരായ ഭർത്താക്കന്മാർ ഇവിടെയുള്ളവരെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇവിടെ ഉള്ളവരെ തന്നെ. ഒരു പാപ്പനോട് പറഞ്ഞതാ, അല്ലാഹു തആല നിങ്ങളെ സ്വർഗത്തിൽ ഒരുപ്പിക്കുന്ന പാപ്പ, അല്ലാഹു സാറേ നിങ്ങൾ എന്ത് ദുആ ചെയ്താൽ അത് മാത്രം ചെയ്യല്ലേ, ഇവിടെ തന്നെ അനുഭവിക്കണം എനിക്കറിയാം.
അതുകൊണ്ട് സ്വർഗത്തിലുള്ള ഒരു രീതിയിൽ വേണ്ട. എന്തിനാണ് ആ സ്വർഗത്തിന്റെ സൗന്ദര്യം കൂടി പാഴിക്കളയണം? അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ഉള്ളതുപോലെ അല്ല തരിക. അള്ളാഹു പാച്ച് വർക്കൊക്കെ നടത്തി അടിപൊളിയായിട്ട് പെയിന്റൊക്കെ അടിച്ച് സെറ്റപ്പാക്കി ആ സ്ക്രൂ ഒക്കെ അങ്ങോട്ട് മുടുക്കി നല്ല നല്ല കിളിത്തുണ്ടുകളാക്കി അള്ളാഹ് തരും. നീ അവിടെ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ടു, അല്ലാഹുവേ നിന്റെ തിരുവത്രയിലെ സീനത്താണോ, നിന്റെ തിരുവത്രയിലെ ജമീലത്താണോ റബ്ബേ? അല്ല, നീ തിരിഞ്ഞും മറിഞ്ഞും നോക്കാണ്, ഒരിക്കലും അല്ല. ഇത് അള്ളാന്റെ കുട്ടികളാണ്. നീയും അങ്ങനെയായിരിക്കും, നീയും അങ്ങനെയായിരിക്കും. ചോദിച്ചു അത്രേ ഈ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നബിതങ്ങളോട് ചോദിച്ചു അത്രേ, ഇവിടത്തെ സ്ത്രീകൾക്കാണോ സ്വർഗത്തിലെ സ്ത്രീകൾക്കാണോ സ്വർഗത്തിൽ ശ്രേഷ്ഠത കൂടുതൽ? ചോദ്യം കണ്ടോ, കഴുത്തറ്റോണ ചോദ്യമല്ലേ നബിയേ. ഇവിടുന്ന് സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീകൾക്കാണോ, അതല്ല സ്വർഗത്തിൽ അള്ളാഹു പടച്ചിരിക്കുന്ന സ്വർഗീയ സ്ത്രീകൾക്കാണോ ശ്രേഷ്ഠത കൂടുതൽ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ അത് ഇവിടുത്തെ സ്ത്രീകൾക്കാണ്. ആയിഷ സ്വലാത്ത് ചൊല്ലുന്ന വെളിയങ്കോട്ടത്തെ പെങ്ങള്, നിക്റ് ചൊല്ലുന്ന ചാവക്കാട്ടത്തെ പെങ്ങള്, പട്ടിണി കിടന്നാൽ അല്ലാഹുവിനെ മറക്കാതെ സുജൂദ് ചെയ്യുന്ന തിരുവത്രയിലെ ഉമ്മ, നീ സ്വർഗത്തിലാണെങ്കിലും ഊർലീങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. സ്വർഗത്തിലുള്ള പടച്ച പെണ്ണുങ്ങള് നിന്റെ മുന്നിൽ സൗന്ദര്യത്തിന് മുന്നിൽ മാറി നിൽക്കും. അപ്പൊ നിനക്കല്ലേ വില? കാരണം എന്തേ? നിനക്ക് വികാര വിചാരങ്ങൾ തന്ന് അത് നിയന്ത്രിച്ച് നീ ഇബാദത്തെടുക്കുമ്പോ അതിനാണ് പുണ്യം കൂടുതൽ. അതുകൊണ്ട് ഇവിടെയും ഇണകളുണ്ട്, സ്വർഗത്തിലും ഇണകളുണ്ട്. അല്ലാഹു ഇവിടത്തെ ഇണകളെ തന്നെ സ്വർഗത്തിന്റെ ഇണകളാക്കി നമുക്ക് തരട്ടെ. ശക്തമായ ആമീൻ വന്നിട്ടില്ല, എനിക്കറിയാം നിങ്ങൾക്ക് ഇതിൽ ശക്തിയാണ്. ഇവിടത്തെ ഇണകളെ തന്നെ സ്വർഗത്തിന്റെ ഇണകളാക്കി അല്ലാഹു നമുക്ക് തരട്ടെ. പ്രിയമുള്ളവരെ, കുറവൊന്നും കുറവുകളായിട്ട് നമ്മൾ കരുതരുത്. നല്ല ജീവിതമല്ലേ കുടുംബജീവിതം? നമ്മുടെ ഭാര്യയല്ലേ? നമ്മളെന്തിനാ പിണങ്ങുന്നത്? നമ്മളെന്തിനാ വഴക്കിടുന്നത്? നമ്മളെന്തിനാ തർക്കിക്കുന്നത്? നമ്മളെന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അതിനൊന്നും നമ്മൾ പോണ്ട. ഒരു സഹോദരനോട് പറഞ്ഞു, ഒരു ഉപ്പാപ്പനോട് പറഞ്ഞു, ഉസ്താദേ കുടുംബജീവിതത്തിനെ കുറിച്ച് കുറെ പോയിന്റുകൾ ഉസ്താദ് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണം. എവിടുന്ന? അത് കഥയിലുള്ള ജീവിതം കണ്ടാൽ മതിയാണ്. പാപ്പാടെ പോയിന്റ് കൊള്ളാം. പാപ്പാരെ ബുഖാരി ഇപ്പൊ കഥയിലൊരു ജീവിതമാണ്. മുസ്ലിമും മഴവിൽ മനോരും രണ്ടുപേരും വരെ ഇരിക്കാമായി ഉച്ചറ നിന്നുകൊണ്ട് ഇങ്ങനെ കാണുകയാണ് കഥയിലൊരു ജീവിതം. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലാപത്തിന്റെ കഥ പറയുന്നു. ഭാര്യ ഭർത്താവ് അടിച്ചതിന്റെ കണക്ക് പറയുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവത്രയിലെ ഭർത്താവ് പറയും, ഡാഡി നിനക്ക് എന്താണ് എങ്ങനെ ഞോണ്ടിയപ്പോ നിനക്കൊന്ന് ഒന്തോയി? ഇവിടെ അവൻ അവളെ ഇട്ട് വരച്ചു കീറി ചെവലിലൊട്ടിച്ച് ഇടി കൊടുത്ത് തല പൊട്ടിച്ച് എല്ലാം ചെയ്തില്ലേ? എന്നിട്ടോ നിനക്ക് ഞാൻ ചെയ്തതാണ് നേരിപ്പോയത്. അടുത്ത എപ്പിസോഡിൽ കഥാപാത്രങ്ങൾ ഇവർ രണ്ടുപേരുമായിരിക്കും. ഇതാണ് ലോകത്ത് നടക്കുക. നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ പറ്റിയ സകല വൃത്തികേടുകളും കൊണ്ട് ചെയ്യുന്നിട്ട് അല്ലേ? ഇന്ന് ഏറ്റവും അധികം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരിപാടി. എന്താണ് അതിനകത്തുള്ളത് സഹോദരങ്ങളെ? എന്താണ്? മലപ്പുറം ജില്ലയിൽ മുടിയഴിച്ചിട്ടാടുന്ന ഒരു മാതാവിന്റെ കഥ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന ചാനൽ പരിപാടിയിൽ പറഞ്ഞു. എന്നിട്ട് ആ തള്ള പറയണു, എന്റെ കിണറ്റിൽ വന്ന് വല്ലാഹി ആര് വെള്ളം കുടിച്ചാലും ഹജ്ജിന്റെയും ഉംറയുടെയും ഹജ്ജിന് പോയവരൊക്കെ ആകെ വിഷമിച്ചു. കാരണം എന്താ? 500 രൂപ മുടക്കി ഒരു ബസ് ഓടിച്ച് എല്ലാവരും കൂടെ പോയി ഒരു ടാങ്കിൽ കേട്ടിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ സംഭവം എല്ലാം കഴിഞ്ഞു. ഹജ്ജിന്റെ കൂലി കിട്ടും, മലപ്പുറം വരെ പോയാൽ മതി.